പ്രേമചന്ദ്രൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രംഗം വിടുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ RSPയിൽ വൻ ട്വിസ്റ്റ്. ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനമായ മെയ് 4 തീയതിയിലേക്ക് കേരളം ഉറ്റുനോക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു പ്രധാന ഉത്തരമുണ്ട്. അത് RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ ഒരൊറ്റ പ്രതിനിധി പോലും ഇല്ലാതെ വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് RSP. ഒരു കാലത്ത് കേരളത്തിന്റെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ മുന്നേറ്റങ്ങളെയും നിയന്ത്രിച്ചിരുന്ന ആ പഴയ പ്രതാപത്തിലേക്ക് അവർക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകുമോ? തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന ഈ വേളയിൽ പാർട്ടിക്കുള്ളിലെ ചില അണിയറ നീക്കങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പുറത്തുനിന്നുള്ള വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നു ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് RSPയുടെ അടിത്തറയെ തന്നെ ഇളക്കി മറിക്കാൻ പോന്ന വലിയൊരു നാടകത്തിനാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കാലം സാക്ഷ്യം വഹിച്ചത്. ഈ രാഷ്ട്രീയ നാടകത്തിന്റെ കേന്ദ്ര ബിന്ദു കൊല്ലത്തെ ഇരവിപുരം മണ്ഡലമാണ്. അവിടെ ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടാൽ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം NK പ്രേമചന്ദ്രന്റെ കൈകളിൽ ഭദ്രമാകുമെന്നാണ് പുറത്തുവരുന്ന നിരീക്ഷണങ്ങൾ. ഇതിനായുള്ള ചില കരുനീക്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നതായി വിശ്വസനീയമായ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇരവിപുരം മണ്ഡലം തിരിച്ചുപിടിക്കാൻ പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുവരെ പറയിപ്പിക്കാൻ തക്കവിധം കൃത്യമായ ഒരു തിരക്കഥ ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള സംസാരം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയിൽ ഈ മക്കൾ രാഷ്ട്രീയം വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിവെച്ചത്. ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച നേതാക്കളെ തഴഞ്ഞ് പെട്ടെന്നൊരാൾ പാരച്യൂട്ടിൽ വന്നിറങ്ങുന്നത് ഉൾക്കൊള്ളാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം ഇതിനെതിരെ ശക്തമായി രംഗത്തു വന്നതായാണ് ലഭ്യമായ വിവരങ്ങൾ. എന്നാൽ ഈ എതിർപ്പുകളെ NK പ്രേമചന്ദ്രൻ നേരിട്ടത് ഒറ്റ ചോദ്യം കൊണ്ടാണെന്ന് പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. RSPയുടെ സ്ഥാപക നേതാവായ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണിന് പാർട്ടിയുടെ നേതാവാകാമെങ്കിൽ എന്തുകൊണ്ട് തന്റെ മകൻ കാർത്തിക്കിനും അതായിക്കൂടാ? ഈ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായൊരു മറുപടി നൽകാൻ എതിർപ്പുന്നയിച്ചവർക്കോ ഷിബു ബേബി ജോണിന് തന്നെയോ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടെ പാർട്ടിയിലെ തർക്കം രൂക്ഷമാവുകയും കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. വീണ്ടും ഒരു പിളർപ്പിലേക്ക് RSP നീങ്ങുകയാണെന്ന കൃത്യമായ സൂചനകൾ നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദത പോലെ ആ പ്രശ്നങ്ങൾ കെട്ടടങ്ങി. തുടർന്ന് അണിയറയിൽ നടന്നത് കേരള രാഷ്ട്രീയം അധികം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ രഹസ്യ ഡീലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി പിളരും എന്ന ഘട്ടം വന്നപ്പോൾ പ്രേമചന്ദ്രന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഷിബു ബേബി ജോണിന് വഴങ്ങേണ്ടി വന്നതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കർശന നിബന്ധനകളോടെ ഇരവിപുരത്തു നിന്നും പിന്മാറാൻ പ്രേമചന്ദ്രനും മകനും തയ്യാറായി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രന് പകരം മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ UDF സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു ആ പ്രധാന നിബന്ധന. ഒരു വശത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ സ്വന്തം മുന്നണിയെ മുൾമുനയിൽ നിർത്തിയാണ് പ്രേമചന്ദ്രൻ ഈ ഡീൽ ഉറപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം മകന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം UDFന്റെ പ്രചാരണ രംഗത്ത് സജീവമായത് പോലുമെന്ന് പാർട്ടിയിലെ തന്നെ ചില കേന്ദ്രങ്ങൾ അടക്കം പറയുന്നുണ്ട്. UDF മികച്ച വിജയം നേടുമെന്നും ഷിബു ബേബി ജോൺ മന്ത്രിസഭയിൽ എത്തുമെന്നും വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് അണികൾ RSPക്കുണ്ട്. അവർക്കൊന്നും ഈ പറയുന്ന അണിയറ കഥകളോ ഒത്തുതീർപ്പുകളോ അറിയാനിടയില്ല. എന്നാൽ കാലം കാത്തുവച്ചിരിക്കുന്ന വലിയൊരു ചോദ്യം ബാക്കിയാണ്. ഈ തെരഞ്ഞെടുപ്പിലും LDF തുടർ ഭരണം നേടുകയും RSPക്ക് വീണ്ടും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ പാർട്ടിയുടെ ഭാവി എന്താകും? സ്വന്തം താൽപര്യങ്ങൾക്കായി പാർട്ടിയെ പിളർപ്പിലേക്ക് വരെ നയിക്കാൻ മടിക്കാത്ത നേതാക്കൾക്ക് കീഴിൽ RSP എവിടേക്കാണ് പോകുന്നത്? പുറത്തുവരുന്ന ഈ വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലാകുമോ വരും നാളുകളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ? എല്ലാത്തിനുമുള്ള ഉത്തരം നൽകാൻ ജനവിധി വരാനിരിക്കുന്നതേയുള്ളൂ. ഒരുപക്ഷെ കേരളത്തിലെ പല വമ്പന്മാരുടെയും ഭാവി തീരുമാനിക്കുന്ന നിർണായക മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കാൻ പോകുന്നത്. സസ്പെൻസുകൾ അവസാനിക്കുന്നില്ല എന്നർത്ഥം.